കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സ്. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of rate of reaction and reaction mechanism. Rate of reaction കുറിച്ചും റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചും പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് is a branch of chemistry which deals with the study of rate of reaction and reaction mechanism. രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, റേറ്റ് ഓഫ് റിയാക്ഷനും റിയാക്ഷൻ മെക്കാനിസം. ആദ്യം നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് in a unit time. ഒരു യൂണിറ്റ് ടൈമില് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കുറവോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കൂടുതലിനെയോ പറയുന്ന പേരാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമില് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കുറവോ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കൂടുതലിനെയോ പറയുന്ന പേരാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. സോ അപ്പോ റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന്, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ബൈ ടൈം ഇന്റർവൽ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന കുറവിനെ ടൈം ഇന്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ ടൈം ഇന്റർവൽ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കുറവിനെ ടൈം ഇന്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ഇൻക്രീസിനെ ടൈം ഇന്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാം. സോ അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമില് റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ബൈ ടൈം ഇന്റർവൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ ടൈം ഇന്റർവൽ ആയിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുകയാണ്. റിയാക്ടന്റ് ചേഞ്ചസ് ടു പ്രോഡക്റ്റ്. നമ്മള് T1 എന്ന് പറഞ്ഞ ടൈമിൽ നോക്കിയപ്പോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R1 ആണ്. T1 എന്ന് പറയുന്ന സമയത്തുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R1 ആണ്. T2 എന്ന് പറയുന്ന സമയത്തുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R2 ആണ്. T1 എന്ന് പറയുന്ന സമയത്തുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R1 ആണ്. T2 എന്ന് പറയുന്ന സമയത്തുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R2 ആണ്. എങ്കിൽ റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റേറ്റ് ഈസ് എന്താ? R2 മൈനസ് R1. R2 മീൻസ് T2 എന്ന് പറയുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ R2 മൈനസ് T1 എന്ന് പറയുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ് R1 ഡിവൈഡഡ് ബൈ ടൈം ചേഞ്ച് T2 മൈനസ് T1. R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ദാറ്റ് ഈസ് R2 മൈനസ് R1 നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ T. ഈ റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് വിളിക്കും. ആവറേജ് റേറ്റ് എങ്ങനാ? റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. T1 എന്ന് പറഞ്ഞ സമയത്തുള്ള കോൺസെൻട്രേഷൻ
R1. T2 എന്ന് പറഞ്ഞ സമയത്തുള്ള കോൺസെൻട്രേഷൻ R2 എങ്കിൽ ആവറേജ് റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. R2 മൈനസ് R1 നമുക്ക് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയാം. T2 മൈനസ് T1 ഡെൽറ്റ T എന്ന് പറയാം. ഓക്കെ, സോ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കും. ഈ മൈനസ് സൈൻ്റെ അർത്ഥം എന്താ? റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. ഇങ്ങനെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് അതിന് നമ്മൾ RAVG എന്നാണ് കാണിക്കുന്നത്. അപ്പൊ എന്താ ആവറേജ് റേറ്റ്? ആവറേജ് റേറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ. നമുക്കിവിടെ 2 ടൈമുകൾ തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻസ്. ആ ടൈമില് റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടായ ചേഞ്ച് ആണെന്ന് പറയുന്നത് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ആവറേജ് റേറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ. ഞാനിതിപ്പോ റിയാക്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ആവറേജ് റേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. നോക്കൂ, T1 എന്ന് പറയുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ P1 ആണ്. T2 എന്ന് പറയുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ P2 ആണ്. എങ്കിൽ ആവറേജ് മൈനസ് P1 ബൈ T2 മൈനസ് T1. ദാറ്റ് ഈസ് P2 മൈനസ് P1 നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡെൽറ്റ P. T2 മൈനസ് T1 ഡെൽറ്റ T. T2 മൈനസ് P1 ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P എന്ന് വിളിക്കാം. T2 മൈനസ് T1 ഡെൽറ്റ T എന്ന് വിളിക്കാം. സോ നമുക്കറിയാം റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാണ്? കൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പ്ലസ് സൈൻ കൊടുക്കും. പ്ലസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P ബൈ ഡെൽറ്റ T. ഓക്കെ, ആ പ്ലസ് എന്താ കാണിക്കുന്നത്? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ കൂടുകയാണ് എന്നാണ്. ഇതാണ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൈം ഇന്റർവെല്ല് റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ആവറേജ് റേറ്റ് നമുക്ക് നമ്മൾ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? RAVG ഈസ് ഈക്വൽ ടു റിയാക്ടന്റ് ടേബിൾ ആണെങ്കിൽ എങ്ങനെയാ? മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡെൽറ്റ T. ഓർ പ്രോഡക്റ്റ് ടൈം ആണെങ്കിൽ പ്ലസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് T ബൈ ഡെൽറ്റ T. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആവറേജ് റേറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് or product in a given time interval. Average rate എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡെൽറ്റ T or പ്ലസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P ബൈ ഡെൽറ്റ T. ഈ മൈനസ് എന്ന് പറയുന്നത് റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ കുറയുന്നു എന്നതിനെ കാണിക്കുന്നു. ഈ പ്ലസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഇതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. H2 പ്ലസ് I2 ഈസ് 2HI. ഈ റിയാക്ഷൻ ഹൈഡ്രജനും അയഡിനും കൂടെ ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകും. ഇതിന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. ആവറേജ് റേറ്റ് ആണ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഹൈഡ്രജനും അയഡിനും ഇവിടെ റിയാക്ടന്റ് അല്ലേ? അപ്പോ റിയാക്ടന്റ് ആവുമ്പോൾ എന്താ സൈൻ വരിക? മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ ഡെൽറ്റ T. ഓർ അടുത്ത റിയാക്ടന്റ് ആരാ? അയഡിൻ. സോ അപ്പൊ മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2 ബൈ ഡെൽറ്റ T. ഇത് ആവറേജ് റേറ്റ് ഏത് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ഹൈഡ്രജൻ. സോ മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ ഡെൽറ്റ T. അടുത്ത റിയാക്ടന്റ് അയഡിൻ മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2 ബൈ ഡെൽറ്റ T. ഈ മൈനസ് എന്താ കാണിക്കുന്നത്? റിയാക്ഷൻ നടക്കുമ്പോൾ ഹൈഡ്രജന്റെയും അയഡിന്റെയും കോൺസെൻട്രേഷൻ കുറയുന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി
പ്രോഡക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞാൽ എന്താ? ആരാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? HI, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI. ചേഞ്ചിന് നമ്മൾ ഡെൽറ്റ എന്ന് കൊടുത്തു. ഓക്കെ, പ്രോഡക്റ്റ് ആണ് HI എന്ന് പറയുന്നപ്പോ സൈൻ എന്താ? പോസിറ്റീവ് ബൈ ഡെൽറ്റ ടി ടൈം ഇന്റർവൽ. HI പ്രോഡക്റ്റ് ആണ്, സോ സൈൻ പോസിറ്റീവ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI ബൈ ഡെൽറ്റ ടി വന്നു. ഇനി ഇവിടെ കോഎഫിഷ്യന്റ് 2 ആണ്. കോഎഫിഷ്യന്റ് 2 ആയി കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് എഴുതുമ്പോ അത് 1/2 എന്ന് കൊടുക്കണം. ഇവിടെ കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ആക്കി വേണം ഇവിടെ കൊടുക്കാൻ. ഇവിടെ 2 വന്നാൽ 1/2, 3 വന്നാൽ 1/3. ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ എക്സാമിന് ഇതുപോലെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറയുമ്പോൾ ഇത് ഫുള്ളും എഴുതണം. റിയാക്ടിന്റെ ടേംസിലും എഴുതണം, പ്രോഡക്റ്റിന്റെ ടേംസിലും എഴുതണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. N2 plus 3H2 is 2NH3. N2 plus 3H2 gives 2NH3. അതിന്റെ ആവറേജ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ കിട്ടും? ആരാ റിയാക്ടന്റ്? നൈട്രജൻ. സോ അപ്പൊ മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ബൈ ഡെൽറ്റ ടി. ഓർ അടുത്ത റിയാക്ടന്റ് ആരാ? ഹൈഡ്രജൻ. 3 ആണ് ഇവിടെ കോഎഫിഷ്യന്റ്. അപ്പൊ എന്ത് വരും? ആദ്യം റിയാക്ടന്റ് ആയതുകൊണ്ട് മൈനസ് സൈൻ, 3 ഉള്ളത് കൊണ്ട് 1/3. 3 വന്നത് കൊണ്ട് 1/3 ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ഡെൽറ്റ ടി. സോ അപ്പോ റിയാക്ടന്റ് നൈട്രജന്റെ ടൈം ഉപയോഗിച്ച് ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്തു. അടുത്ത് ഹൈഡ്രജന്റെ ടൈം ഉപയോഗിച്ച് ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്തു. ഇനി പ്രോഡക്റ്റ് ആരാ? അമോണിയ. പ്രോഡക്റ്റ് ആയതുകൊണ്ട് സൈൻ പ്ലസ് 2 വന്നതുകൊണ്ട് 1/2 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ബൈ ഡെൽറ്റ. ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്ത്. N2 plus 3H2 is 2NH3. സോ അപ്പൊ നമ്മൾ അതിന്റെ റേറ്റ് ആവറേജ് റേറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്തത്? മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ബൈ ഡെൽറ്റ ടി, ഓർ മൈനസ് 1/3 മോളാർ കോൺസെൻട്രേഷൻ ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ഡെൽറ്റ ടി, ഓർ പ്ലസ് പ്രോഡക്റ്റ് അമോണിയ ആയതുകൊണ്ടാണ് പ്ലസ് 2 വന്നതുകൊണ്ട് 1/2 ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ റിയാക്ടന്റിനെ ഗിവൺ ടൈം ഇന്റർവൽ. ഇതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ഇൻ എ വെരി സ്മോൾ ടൈം ഇന്റർവൽ. വളരെ ചെറിയൊരു ടൈം ഇന്റർവെല് റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റിനെ വെരി സ്മോൾ ടൈം ഇന്റർവൽ, വളരെ ചെറിയ ടൈം ഇന്റർവെല് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കുറവോ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കൂടുതലോ ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ കാണിക്കും? നോക്കൂ, റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുകയാണ്. അപ്പോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണിക്കുന്നത് നോക്കൂ, T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറില് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ R1 ആണ്. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറില് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ R2 ആണ്. എങ്കിൽ R ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെയാ കാണിക്കുന്നത്? R1 R2. സോ അപ്പോ D molar concentration of R by dt. D means concentration by small change ആണ് D എന്ന് പറയുന്നത്. സൈൻ എന്താ വരിക? മൈനസ് റിയാക്ടന്റ്. സോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് മൈനസ് D molar concentration of R by dt. D means കോൺസെൻട്രേഷൻ ഉണ്ടായ ചെറിയ ചേഞ്ച്. dt means ടൈമിനുണ്ടായ ചെറിയ ടൈം ഇന്റർവെല്ലിനാണ് dt എന്ന് പറയുന്നത്. സിമിലർലി പ്രോഡക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞാൽ എങ്ങനെ പറയും? പ്ലസ് D മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P ബൈ dt. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമ്മൾ ഒറ്റ വ്യത്യാസമാണുള്ളത്. ആവറേജ് റേറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ടൈം ഇന്റർവെല്ലാണ് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുന്നത്.
എന്നാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നത് വളരെ ചെറിയൊരു ടൈം ഇന്റർവെല്ലാണ്. അതാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആവറേജ് റേറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ. ഒരു തന്നിരിക്കുന്ന ടൈം ഇന്റർവെല്ല് റിയാക്ടന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ വെരി സ്മോൾ ടൈം ഇന്റർവെൽ. നമ്മൾ നോക്കിയാൽ ഒറ്റ വ്യത്യാസം അതിനകത്തൊക്കെ ഉള്ളൂ. ഇതില് ആവറേജ് റേറ്റില് ഡെൽറ്റ വരുന്നു, പകരം ഇൻസ്റ്റന്റേനിയസ് റേറ്റിൽ ആ സ്ഥലത്ത് എന്ത് വരും? ഡി വരും. അതാണ് വ്യത്യാസം ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആവറേജ് റേറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ. Instantaneous rate is the change in concentration of reactant or product in a very small time interval. ഇതാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. ആവറേജ് റേറ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റും കാണിക്കുമ്പോൾ റേറ്റ് കാണിക്കുമ്പോൾ നമ്മൾ റിയാക്ടന്റിന്റെ ടൈമിൽ കാണിക്കുമ്പോൾ അവിടെ ഒരു മൈനസ് കൊടുക്കും, പ്രോഡക്റ്റിന്റെ ടൈമിൽ കാണിക്കുമ്പോൾ അവിടെ ഒരു പ്ലസ് ഇട്ട് കാണിക്കും. അതിന്റെ മീനിങ് എന്താ? റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്നതിനാണ് ഇവിടെ മൈനസ് കൊടുക്കുന്നത്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് സൈൻ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എങ്ങനെയാണ് ഗ്രാഫിക്കലി കണ്ടുപിടിക്കുന്നതെന്നാണ്. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എങ്ങനെ നമുക്ക് ഗ്രാഫിക്കലി കണ്ടുപിടിക്കാം? സി, ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. എക്സ് ആക്സിസിലെ ടൈമും വൈ ആക്സിസില് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റുമാണ് എടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. നമുക്കറിയാം സമയം കഴിയും തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. അതാ ഗ്രാഫ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സമയം കഴിയും തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. എക്സ് ആക്സിസ് ടൈം എടുത്തിരിക്കുന്നു, വൈ ആക്സിസിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എടുത്തിരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഇതിന് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ ഒരു ടൈം എടുക്കുകയാണ്, നമുക്ക് ഇഷ്ടമായ ഒരു ടൈം എടുത്തു T1. അപ്പോഴുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ നോക്കുന്നു. ആ കോൺസെൻട്രേഷനെ ഞാൻ R1 എന്ന് വിളിച്ചു. T1 എന്ന് പറഞ്ഞ സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ് R1. സിമിലർലി ഞാൻ ഇഷ്ടമുള്ള വേറൊരു ടൈം എടുക്കുന്നു, അത് ഞാൻ T2 എന്ന് വിളിച്ചു. അപ്പോഴുള്ള കോൺസെൻട്രേഷൻ ഞാൻ കണ്ടുപിടിക്കുന്നു, അത് R2. T1 എന്ന് പറഞ്ഞ സമയത്തുള്ള കോൺസെൻട്രേഷൻ R1, T2 എന്ന് പറഞ്ഞ സമയത്തുള്ള കോൺസെൻട്രേഷൻ R2. എങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് എന്താ? R2 മൈനസ് R1 ബൈ T2 മൈനസ് T1. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എടുത്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഗ്രാഫിൽ നമ്മൾ ഇഷ്ടമുള്ള രണ്ട് ടൈമുകൾ സെലക്ട് ചെയ്യും. ആദ്യത്തെ ടൈം T1, അപ്പോഴുള്ള കോൺസെൻട്രേഷൻ നമ്മൾ R1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ ടൈം T2, അപ്പോഴുള്ള കോൺസെൻട്രേഷൻ നമുക്ക് R2 എന്ന് വിളിക്കാം. എങ്കിൽ ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു R2 മൈനസ് R1, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R1 ബൈ T2 മൈനസ് T1 ആയിരിക്കും. ഇതാണ് ആവറേജ്. എന്നാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആയിരിക്കും, മൈനസ് സ്ലോപ്പ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ആ സ്ലോപ്പ് ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റിയാക്ടർ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. ആർ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്ന ഈ ഗ്രാഫിന്റെ മൈനസ് സ്ലോപ്പ് ആയിരിക്കും. ഇങ്ങനെയാണ് റിയാക്ടന്റിന്റെ ഗ്രാഫിൽ നിന്ന് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസില് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും എടുത്തിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. സമയം കഴിയുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുമായിട്ട് ഗ്രാഫ് ഇതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ അതിൽ ഇഷ്ടമുള്ള രണ്ട് ടൈമുകൾ എടുക്കുന്നു. ആദ്യത്തെ ടൈം T1, അപ്പോഴുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു R1. സിമിലർലി രണ്ടാമത്തെ ടൈം T2, അപ്പോഴുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു R2. എങ്കിൽ ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ
T2 മൈനസ് T1 ആയിരിക്കും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ മൈനസ് സ്ലോപ്പ് ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഇത് ആവറേജ് റേറ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആരുപയോഗിച്ച് കണ്ടുപിടിക്കുന്നു? പ്രോഡക്റ്റിന്റെ ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. സോ എക്സ് ആക്സിസ് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? ടൈമാണ് എടുത്തിരിക്കുന്നത്. Y ആക്സിസില് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈമും Y ആക്സിസില് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റുമാണ് എടുത്തിരിക്കുന്നത്. സമയം കഴിയുന്തോറും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ട് ആ ഗ്രാഫ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സമയം കഴിയുന്തോറും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്ത് വരുന്നു? കൂടി വരുന്നു. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നേ? നേരത്തെ പോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട രണ്ട് ടൈം എടുത്തു. T1, ആ ടൈമിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് P1. അടുത്ത മറ്റൊരു ടൈം എടുത്തു T2, അപ്പോഴുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് P2. T1 എന്ന് പറയുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ P1, T2 എന്ന് പറയുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ P2. എങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് P2 മൈനസ് P1 ബൈ T2 മൈനസ് T1 ആയിരിക്കും. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. എക്സ് ആക്സിൽ ടൈമും Y ആക്സിസിലെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എടുത്ത് നമ്മളൊരു ഗ്രാഫ് വരച്ചു. നമുക്കറിയാം സമയം കഴിയുന്നതോറും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? T1 എന്ന് പറയുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ നമ്മൾ P1 എന്ന് വിളിച്ചു. T2 എന്ന് പറയുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിച്ച് ഗ്രാഫ് വരച്ചു. അതിന് നമ്മൾ P2 എന്ന് വിളിച്ചു. എങ്കിൽ ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു P2 മൈനസ് P1, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P2 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആയിരിക്കും. ഇതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ആർ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആ സ്ലോപ്പാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇങ്ങനാണ് നമ്മൾ ഗ്രാഫിക്കലി ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കുന്നത്. പ്രോഡക്റ്റിന്റെ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. റിയാക്ടറിന്റെ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കാം. അടുത്ത നമ്മൾ പറയുന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം എന്താ റേറ്റ് എന്ന് പറയുന്നത്? റേറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ബൈ ടൈം ഇന്റർവൽ. അല്ലെ, റിയാക്ടന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെ ടൈം ഇന്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റേറ്റ് കിട്ടുന്നത്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ് നമുക്കറിയാം. എന്താ? മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണ്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണ്. ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. സോ ഈ സെക്കൻഡ് മോളിൽ പോകുമ്പോൾ എന്ത് കിട്ടും? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ഇൻ എ ഗിവൺ ടൈം ഇന്റർവൽ. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണ്. ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡും കൂടെ മോളിൽ പോയപ്പോ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 5Br മൈനസ് പ്ലസ് BrO3 മൈനസ് പ്ലസ് 6H പ്ലസ് ഈസ് 3Br2 പ്ലസ് 3H2O. ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എക്സ്പ്രസ് ചെയ്യുക. ഈ ഇക്വേഷന്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. എങ്ങനെ നമുക്ക് എഴുതാം? എളുപ്പമാണ്. ആവറേജ് റേറ്റ് എങ്ങനെ എഴുതും? Br മൈനസ് റിയാക്ടന്റ് ആണ്. സോ അപ്പൊ സൈൻ മൈനസ് 5 ഉള്ളത് കൊണ്ട് 1/5 ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് ബൈ ഡെൽറ്റ T. 5 വന്നതുകൊണ്ട് 1/5, റിയാക്ടന്റ് ആയതുകൊണ്ട് മൈനസ്. സിമിലർലി അടുത്ത് BrO3 റിയാക്ടന്റ് ആണ്. സോ മൈനസ് ഡെൽറ്റ
molar concentration of PrO3 minus by delta T. Or അടുത്ത് H പ്ലസും റിയാക്ടന്റ് ആണ്. സോ സൈൻ മൈനസ് R ഉള്ളത് കൊണ്ട് 1/6 ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ബൈ ഡെൽറ്റ T. സോ അപ്പൊ റിയാക്ടന്റ് ടൈംസിൽ നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രോഡക്റ്റ് റേറ്റ് എങ്ങനെയാ? പ്രോഡക്റ്റ് ആകുമ്പോൾ സൈൻ എന്താ? പ്ലസ് 3Br വന്നതുകൊണ്ട് 1/3 ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Br2 ബൈ ഡെൽറ്റ T. H2 വന്നത് പ്ലസ് ആണ്, പ്രോഡക്റ്റ് ആണ്, പ്ലസ് 1/3 ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ഡെൽറ്റ T. ഇതാണ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് നമ്മൾ ഏത് ഉപയോഗിച്ച് എക്സ്പ്രസ് ഈ ഇക്വേഷന് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തിരിക്കുക. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ R ഇൻസ്റ്റന്റേനിയസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/5 D molar concentration of Br minus by dt is equal to minus D molar concentration of PrO3 minus by dt is equal to minus 1/6 D molar concentration of H plus by dt. Reactant time product ആകുമ്പോൾ plus 1/3 D molar concentration of Br2 by dt or plus 1/3 D molar concentration of H2 by dt. ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എക്സ്പ്രസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ. 5 വന്നാൽ 1/5 കൊടുക്കണം, റിയാക്ടന്റ് വന്നാൽ മൈനസ് സൈൻ കൊടുക്കണം, പ്രോഡക്റ്റ് വന്നാൽ പ്ലസ് സൈൻ, കോഎഫിഷ്യന്റ് വന്നാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതും. ഇങ്ങനെയാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എക്സ്പ്രസ് ചെയ്യുന്നത്.